എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമെ സീരീസിലെ എപ്പിസോഡ് 47 ഓക്കെ. അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ശിവയൻ 6ാമത്തെ ഫ്ലോറിലേക്ക് പോവുകയാണ്. അവിടെ ഉള്ളവര് സ്പിരിറ്റ് 2 സ്റ്റാർ ഉള്ളവരൊക്കെ ഈ ഫ്ലോറിലേക്ക് വരുവാണോ എന്നൊരു സംസാരം. അത് മൈൻഡാക്കാതെ പോകുമ്പോഴാണ് അതെന്താ അവന് വരാൻ കഴിയില്ലേ എന്നൊരു വോയിസ്. അവൻ ഇന്നർ കോട്ടിലെ സ്പെഷ്യലാണ് എന്ന് പറഞ്ഞ് ലിനിയൻ വരുവാണ്. ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അവന്റെ കൈ ഓടിക്കും. അത് കേട്ടപാടെ നൈസായിട്ട് അവർ പോകുന്നു. എന്നാൽ അവന് കഴിയുമെന്നാണോ എന്ന് പറഞ്ഞ് ചെങ് എന്നൊരുത്തം വരുവാണ്. യോശങ് എന്നാണ് അവന്റെ പേര്. ലിനിയൻ ശിവയനോട് ഇത് ക്വിങ്ങിന് പരിചയമുള്ളവനാണ്, അവന്റെ പേരിൽ നടക്കുന്നു എന്ന് പറയാം. എങ്കിലും റാങ്ക് 18 അല്ലെങ്കിൽ ടോപ്പ് 20 അവനുണ്ട്. ഏകദേശം സ്പിരിറ്റ് 7-8 സ്റ്റാറാണ്. ശിവയനോട് അവന്റെ സ്ട്രെങ്ത് ഒക്കെ എത്രമാത്രം വരുള്ളൂ എന്നൊക്കെ രീതിയിൽ പറഞ്ഞിട്ട് ക്വിങ് അവനെ കോമ്പറ്റീഷനിൽ നന്നായിട്ട് കൈകാര്യം ചെയ്തോളും. എങ്കിലും ഫേക്കിന് ഒരു വാക്ക് കൊടുത്തിരുന്നു, അവനെ ഞാൻ ശരിയാക്കുമെന്ന്. ശിവയനെതിരെ എന്നാൽ അതിവിടെ തന്നെ നോക്കാം, ലിനിയനാണെങ്കിൽ എനിക്ക് കാണിച്ചു കൊടുത്തേക്ക് എന്ന് പറഞ്ഞ് മാറി. അവൻ നിന്നെ എനിക്കെന്നെ അടിക്കണം എന്നുണ്ടായിരുന്നു, അതിന് നടക്കട്ടെ എന്ന് പറഞ്ഞ് സെറ്റായി. എല്ലാവരും ഇവിടെ നിന്ന് മാറി ശിവയൻ സെറ്റായിട്ട് റോളർ എടുത്ത് വെക്കുന്നു. അവന്റെ ഡൗക്കി വാട്ടർ ടെക്നിക്കാണ്, വായിച്ചെങ്കിനേക്കാൾ സ്ട്രോങ്ങുമാണ്. അതുകൊണ്ട് തന്നെ അത് നോക്കി അറ്റാക്ക് ചെയ്യണം. ശിവയൻ ഓക്കെ പറഞ്ഞ് അവരുടെ ഫൈറ്റ് അങ്ങനെ തുടങ്ങി. അത് കുറെ നേരം അവരുടെ ഫൈറ്റ് അങ്ങനെ പോകുന്നു. അവൻ വാട്ടർ വെച്ച് ഒരു അറ്റാക്ക് ചെയ്യുമ്പോൾ എതിർക്കാനായിട്ട് ഹെവൻലി ഫ്ലെയിം അത് പിന്നെ ഉപയോഗിക്കും. അങ്ങനെ തെറിച്ചുപോയി. പിന്നെ ഫൈറ്റ് നന്നായിട്ട് പോകുന്നു. അവസാനം ഒരു അടിക്കാൻ വന്നതും ഒരു പവർ ഉപയോഗിച്ച് തടഞ്ഞു. നിർത്താനായിട്ട് പറയുകയും ചെയ്തു. അതാരാണെന്നാൽ ക്വിങ് തന്നെയാണ്. ചെങ്ങിന് നല്ലവണ്ണം കിട്ടി. ക്വിങ് അപ്പോഴും സ്ട്രോങ് റാങ്കിങ് കോമ്പറ്റീഷനിൽ നമ്മൾ മീറ്റ് ചെയ്യും. അതിനിടയ്ക്ക് നീ ഫൈറ്റ് ചെയ്യാൻ നിൽക്കണ്ട, ഇവിടെ വന്നത് എന്താണോ അത് ചെയ്യും എന്ന് പറയുവാണ്. അപ്പോഴാണ് ശിവയൻ അടിക്കാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞൊരു വോയിസ്. അത് സിയാനായിരുന്നു. അവളെ കണ്ട് അവർക്കൊരു ഷോക്കായി പോയി. ശിവയനെ പ്രൊട്ടക്റ്റായിട്ട് ഞാൻ ഉണ്ട്, ഇനി ആർക്കെങ്കിലും വരണമെങ്കിൽ വരാം. ക്വിങ് അവർ കോമ്പറ്റീഷനെ നേരിട്ടോളാം, അതിനിടയ്ക്ക് വേറൊന്നും വേണ്ട എന്ന് പറഞ്ഞു പോകുന്നു. അവിടെ ഉള്ളവരാണെങ്കിൽ എസ്കേപ്പ് പോയി. ഇനി എന്നാ പണി കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് ലിനിയൻ എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവനും പോയി. അത് കഴിഞ്ഞ് ശിവയൻ 6ാമത്തെ ഫ്ലോറിലേക്ക് കയറി. അവിടെ ഉള്ളത് പ്യുവർ ഹാർട്ട് ഫ്ലെയിമാണ് എന്നത് മനസ്സിലായി. സിയാൻ അവിടെയാണ് ട്രെയിൻ ചെയ്യുന്നത്. വേറെ ആരും എന്നെ പഠിച്ച് വരില്ല. ശിവയൻ അവൾക്ക് പിൽസ് കൊടുത്തിട്ട് ഇത് കഴിഞ്ഞ് ഇനി റിഫൈൻ ചെയ്യാം. അവൾ ഓക്കെ പറഞ്ഞു പോയി. ശിവയൻ ചെയ്യാനും തുടങ്ങി. അവളാണ് ടവറിനടിയിൽ സീലിൽ ലോക്കാക്കി വെച്ചേക്കുന്ന ഫാളൻ ഹാർട്ട് ഫ്ലെയിമിന്റെ ബീസ്റ്റ് ഫോം. ഓർക്കണം, ഇതൊരു സ്നേക്കാണ് എങ്കിലും സ്പിരിച്വൽ ഫോമാണ് ഫാളൻ ഹാർട്ട് ഫ്ലെയിമിന്റെ. ഓക്കെ, അതാണെങ്കിൽ ആ സീല് അത് ബ്രേക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നും അത് ശക്തമായിട്ട് ഇടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ടവറിനുള്ളിൽ വളരെ രീതിയിൽ ഷേക്കാകാനും തുടങ്ങി. അപ്പോഴാണ് ശിവയൻ കണ്ണു തുറന്ന് ഇതെന്താ പെട്ടെന്ന് മാസ്റ്റർ അതിനെ ഫാളൻ ഹാർട്ട് ഫ്ലെയിമാണ്. അപ്പോഴേക്കും അനൗൺസ്മെന്റ് കിട്ടി എല്ലാവരും പുറത്തേക്ക് പോകാനായിട്ട്. ശിവൻ ഈ ചാൻസ് ഉപയോഗിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, ഈ സിറ്റുവേഷൻ ആവത്താണ്, ഇപ്പൊ പോകാനായിട്ട് പറഞ്ഞ് അവന് പോവുകയാണ്. ആ റൂമിന് വെളിയിൽ വരുമ്പോൾ എല്ലാവരും ഓടുന്നു. അവന്റെ സോൾ പവർ വെച്ച് നോക്കുമ്പോഴാണ് ഒരു റൂമിൽ നിന്ന് വളരെ വലിയ ഫോഴ്സായ എനർജി വരുന്നത് കാണുന്നേ. അവന് മനസ്സിലായി അതിനുള്ളിലാണ് ഫാളൻ ഹാർട്ട് ഫ്ലെയിമിന്റെ സോഴ്സ് വരുന്നത്. അതിനുള്ളിൽ തന്നെയാണ് എൽഡേഴ്സ് സെയിൽ ചെയ്യാനായിട്ട് നോക്കുന്നതെന്ന് കാണാം. അങ്ങനെ നിൽക്കുകയാണ് ഒരു എൽഡർ വന്നിട്ട് അവനോട് പുറത്തേക്ക് പോകാനായിട്ടും പറഞ്ഞു വിട്ട്. ആ ഫ്ലെയിമിന്റെ എഫക്റ്റ് അത് പുറത്തുള്ളവർക്ക് ഫീൽ ചെയ്യണം. ശിവയൻ പിന്നെ നോക്കുമ്പോൾ ആ ടവറിന് ചുറ്റുമുള്ള ഷീൽഡ് അത് വീക്കായത് റിക്കവർ ആക്കുന്നത് കാണുകയാണ്. അത്രയ്ക്ക് സ്ട്രോങ് ആയ എൽഡേഴ്സ് ഉണ്ട്. ഇവരിൽ നിന്നെല്ലാം മാറി ആ ഫ്ലെയിം അതെങ്ങനെ എടുക്കും എന്നൊരു ടെൻഷൻ. അതിന് മാസ്റ്റർ ആ ഷീൽഡ് വെച്ചാകുന്നതിന്റെ ഫാളൻ ഹാർട്ട് ഫ്ലെയിമിനെ സ്റ്റക്കാകില്ല, ഹോൾഡ് ചെയ്യാൻ മാത്രമേ കഴിയൂ. എങ്കിലും ആ എൽഡേഴ്സ് വീക്കാണെന്ന് കരുതാൻ കഴിയില്ല. നമുക്ക് ടൈമുണ്ട്. അപ്പോഴേക്കും ആ ഷീൽഡ് അത് പിന്നെ ഫുള്ളാക്കി അത് പഴയ പോലെ രീതിയിലാക്കി അവരുടെ കുറച്ചുനാൾ ടവറിലേക്ക് വരണ്ട എന്നത് പറയുകയും ചെയ്തു. അങ്ങനെ അവ പോകാൻ നേരമാണ് എൽഡർ ക്വിങ് തടയുന്നത്. അവനോട് നിൽക്കാനായിട്ട് പറയുന്നു. ശിവനാണെങ്കിൽ മനസ്സിൽ ചെറിയ ടെൻഷനായി പോയി. അവനോട് നീ അകത്ത് ആ എനർജി ഫീൽ ചെയ്തല്ലേ, അതിന് കാരണം നിന്റെ ഉള്ളിലെ ഹെവൻലി ഫ്ലെയിമാണ്. അവനീ ഇവിടെ വന്നതിന് കാരണം അത് മനസ്സിലായി കാണുമോ എന്നത് മനസ്സിൽ വിചാരിക്കുവാണ്. അവനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. അതുപോലെ തന്നെ അകത്ത് കണ്ടത് നീ ആരോട് പറയാനരുത് എന്ന് ശിവന് പ്രോമിസും വാങ്ങിച്ച്. ഈ ടവർ സംരക്ഷിക്കാൻ ഇനി സ്റ്റുഡൻസ് വേണം, അതിന് അവർക്ക് കഴിയുമെന്ന് ചോദിക്കുമ്പോൾ കഴിയും. അവനിലാണ് ഉദ്ദേശിച്ചത്. അവന്റെ ഹെവൻലി ഫ്ലെയിം അല്പം വിയേർഡാണ്, അത് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ കഴിയും എന്ന് പറയുകയാണ്. അവന് ഓക്കെ പറയുമ്പോൾ ആവശ്യമുള്ളത് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു പോകുന്നു. എനിക്ക് മനസ്സിൽ ആ ഫാളൻ ഹാർട്ട് ഫ്ലെയിമാണ് വേണ്ടത് എന്ന് പറയുവാണ്. അത് കഴിഞ്ഞ് യൂണർ ബ്ലാക്ക് സ്മോക്ക് പറഞ്ഞത് ആലോചിച്ച് നിൽക്കുവാണ്. ഇനി 1 മാസമേ സമയമുള്ളൂ, അത് കഴിഞ്ഞ് ശിവയനിൽ പിരിയേണ്ടി വരും എന്നോർത്ത് സങ്കടം. ശിവയൻ കാര്യമൊന്നും അറിയാതെ അവിടെ വരുന്നു. അവളെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഹാപ്പിയാകുന്നു. അങ്ങനെ റൊമാൻറ്റിക്കായ കാര്യങ്ങൾ. എന്നാൽ യൂണറിന്റെ മനസ്സിൽ ബ്ലാക്ക് സ്മോക്ക് പറഞ്ഞത് തന്നെയാണ് ഓർത്ത് സങ്കടപ്പെടുന്നത്. അപ്പോൾ അതുവഴി ഒരു വാൽനക്ഷത്രം പോകുന്നു. അതുകൊണ്ട് വിഷ് ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നു. അവരും ചെയ്യുന്നു. അത് കുറച്ചു നേരം അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അതിനുള്ളിൽ തലയിൽ വെക്കാൻ പറ്റുന്ന എന്തോ ഒന്നാണ്, അല്ല 2 എണ്ണം. അത് വെച്ച് കൊടുത്തു. പിന്നെ ഇവിടെ മാല കൊടുക്കുമല്ലോ, അതുപോലെ തന്നെയാണ്. അവൾ ഇത്തിരി പൊക്കി പറയുകയും ചെയ്തു. എന്നിട്ട് കെട്ടിപ്പിടിച്ച് ആ ദിവസം അങ്ങനെ പോവാണ്. പിറ്റേന്ന് സ്ട്രോങ് റാങ്കിങ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണല്ലോ. അവരെല്ലാവരും സെറ്റായിട്ട് പോവുകയാണ്. അതുപോലെ ശിവയൻ തയ്യാറെടുപ്പും ഒക്കെ ചെയ്ത്
ഉറപ്പായി ഞാൻ ടോപ്പ് 10 കയറും എന്ന് മനസ്സിൽ പറഞ്ഞു പോകുന്നു. അത് കഴിഞ്ഞ് ആ സ്ട്രോങ് ലാൻഡിങ് കോമ്പറ്റീഷൻ അത് നടക്കുന്ന അരീനയിൽ എല്ലാവരും വന്നു നിൽക്കുന്നു. അതുപോലെ തന്നെ പാൻഗേറ്റും സിയോയൻ അവനോട് യൂണർ സേഫ് ആകാനും ആൾ ദ ബെസ്റ്റ് ഒക്കെ കൊടുക്കുകയാണ്. യൂണർ കോമ്പറ്റീഷനിൽ കയറില്ല. അതിന് കാരണം 1 മാസം മാത്രമേ ഉള്ളതുകൊണ്ടാകാം. അപ്പോൾ അങ്ങോട്ട് ലിൻഷോ വരുന്നു. ഷിയോനുമായിട്ട് സംസാരം. ഷിയോനെ ഹെൽപ്പ് ചെയ്തത് എന്നൊക്കെ പറയുന്നത് അവിടെ ഉള്ളവർക്കാണെങ്കിൽ അതിശയം. അത് കഴിഞ്ഞ് ക്യുങ്ങും വരുവാണ്. ഈ ദിവസത്തിലാണ് ഞാൻ ഇത്ര ദിവസം കാത്തിരുന്നത്, നമ്മൾ ഉടനെ മീറ്റ് ചെയ്യും. ഫെയ് യൂണറിനെ കണ്ടിട്ട് അന്ന് കിട്ടിയ അടി അത് ആലോചിച്ചിട്ട് ഇവളാണ് എന്നെ അടിച്ചത്, അവൾക്ക് തിരികെ കൊടുക്കണം. അപ്പോൾ ഷെങ്ങാണെങ്കിൽ ഷിയോനോട് നീ ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്ത് എന്നോ, ഇല്ലെങ്കിൽ അവളെ ഞാൻ എന്തെങ്കിലും പഠിപ്പിക്കേണ്ടി വരും എന്നൊരു രീതിയിൽ അപമാനിച്ച് സംസാരിക്കുകയാണ്. അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. എന്തിന് ക്യുങ്ങിന് പോലും. ഷിയോനെ ദേഷ്യമുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്ത് ഇവിടെ ഫൈറ്റ് ചെയ്യാൻ പാടില്ല, അരീനയിലെ എൻ്റെ ഓപ്പണൻ്റായിട്ട് നീ വന്ന എന്ന് മാത്രം പറയാണ്. അങ്ങനെ നിൽക്കുകയാണ്. എൽഡേഴ്സ് വന്നിട്ട് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നത്. അവിടെ 25 പേര് വീതം ബ്ലൂ റെഡ് കളറിലുള്ള ഒരു സ്റ്റിക്ക് അത് എടുക്കുകയാണ്. അങ്ങനെ എടുക്കുമ്പോൾ അതിൽ സെയിം നമ്പർ വരുന്നവരാണ് പരസ്പരം ഫൈറ്റ് ചെയ്യേണ്ടത്. അത് കേട്ടപ്പോഴേ ക്യുങ്ങ് എത്തി. അതിന് പവർ കൊണ്ട് എല്ലാവർക്കും അതിശയം. അതുപോലെ ലിൻഷോ വരുമ്പോൾ ഫാൻസ്. അങ്ങനെ നിൽക്കുകയാണ്. അങ്ങോട്ട് ഷിയോനെ ലൈറ്റനിങ് ഉപയോഗിച്ച് വരുന്നത്. ഇത്ര സ്പീഡോ എന്ന് പറഞ്ഞാൽ ആരെന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോൾ അത് ഷിയോയൻ തന്നെയാണ്. എൽഡർ ക്യുങ് ആണെങ്കിൽ അവൻ്റെ സ്പീഡ് വളരെയധികമാണ്. വിൻഡ് തണ്ടർ ക്ലാനിലെ ടെക്നിക്കാണല്ലോ എന്ന് പറഞ്ഞ് ചെറിയൊരു അതിശയം. അതിന് ഫ്യൂച്ചറിൽ പ്രശ്നമാകുമോ എന്നൊക്കെ നോക്കാം. അങ്ങനെ നിൽക്കെ സിയാൻ്റെ വോയിസ്. അവളും വരുമ്പോൾ ഈ കൊച്ചു പെണ്ണെങ്ങനെയാണ് കോമ്പറ്റീഷനിലൊക്കെ കയറുന്നത് എന്നൊക്കെ രീതിയിൽ അറിയാത്തവർ സംസാരിക്കണം. ലിനിയെ പോലും അവളെന്നെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പേടിച്ചെടുക്കുന്നു. അവൾ ഷിയോനോട് കാര്യമൊക്കെ പറഞ്ഞിട്ട് പോയി എടുക്കുന്നു. അങ്ങനെ എല്ലാവരും പോയി എടുക്കുന്നു. ബായിച്ചെങ്ങ് അവിടെ ഉണ്ടായിരുന്നു. അവനും പോയി എടുത്തിട്ട് റെഡ് 15 ഷിയോനോട് കിങ്ങിൻ്റെ കിട്ടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് പോകുമ്പോഴാണ് അവനും എടുക്കുന്നത് ബ്ലൂ 15. അത് കേട്ട് ബായിച്ചെങ്ങ് ഒന്ന് ഫിയർ ആയിപ്പോയി. ടീംസ് ആണെങ്കിൽ അവ പിന്നെയും ഓപ്പണൻ്റായിട്ട് വന്നല്ലോ എന്ന് ഷിയോൻ അവൻ തോറ്റതാണ് എന്നത് ഓർക്കണം. ഫസ്റ്റ് മാച്ച് തുടങ്ങി ഒരുത്തൻ ഞാൻ ഇതിനായിട്ടാണ് ഇത്രയും നാളും വെയിറ്റ് ചെയ്ത് എന്ന് എൻ്റെ ഓപ്പോണൻ്റ് ആരാണ് എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് അത് സിയാനായിരുന്നു. എന്നാൽ അതൊരു കൊച്ചു പെൺകുട്ടിയാണ് എന്ന് കരുതി നീയോ വേണമെങ്കിൽ ഗീവ് അപ്പ് ചെയ്ത് വെക്കോ, ആളറിഞ്ഞ് കളിക്കട എന്ന പോലെ ബാക്കിയുള്ളവർ ക്ലവാ തുടങ്ങട്ടെ എന്ന് സിയാൻ ചോദിക്കുമ്പോൾ ഒരു കാര്യം, ഒരാളുടെ ജീവൻ പോകുന്ന രീതിയിൽ പോകരുത്. അവനോടൊപ്പമാണ് പറയുന്നതെന്ന് വിചാരിച്ച് പേടിക്കണ്ട, ഞാൻ ഒന്നും ചെയ്യില്ല. അവൻ ഡൗക്കി ആർമർ ഇടുന്ന സമയത്ത് തന്നെ സിയാൻ വന്ന് ഒറ്റയടി അവൻ ആർമറും പൊട്ടിച്ച് തെറിച്ച് വെളിയിലും പോയി. അതോടെ സിയാൻ ജയിച്ചു 1 സെക്കൻഡിൽ. സിയോനാണെങ്കിൽ ഇവളെ ഏത് തരം ബീസ്റ്റാണോ ആവോ, മാസ്റ്ററിന് പോലും അറിയില്ലല്ലോ. അവൾ അവനെ കണ്ടിട്ട് അവൻ്റെ അടുത്തേക്ക് പോയപ്പോൾ നീ കുറച്ച് ക്രൂവലാണല്ലോ. അതിന് അവൾ എന്തൊക്കെയോ പറയുകയാണ്. അവൻ ജയിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് ആരാ പിൽസുണ്ടാക്കി തരിക എന്നൊക്കെ അവൾ പറയുമ്പോൾ ഓക്കെ. അപ്പോഴാണ് ലിൻഷോ സീനിയറുമായിട്ട് സിയോന് നല്ല റിലേഷൻഷിപ്പാണല്ലോ എന്ന രീതിയിൽ വരുന്നത്. അത് കേട്ട് സീനിയറോ? അതെ അവനറിയില്ല അവൾ യഥാർത്ഥത്തിൽ ആരാണെന്നും അവൾ എങ്ങനെയുള്ളതാണെന്നും. അവൾ പോകുമ്പോൾ ലിൻഷോ എന്തായാലും ഞാൻ സീനിയറുമായിട്ട് മാച്ച് ഉണ്ടെങ്കിൽ തോൽക്കും, പറ്റുമെങ്കിൽ ഡീപ്പായിട്ട് ലോസ് ആകാതെ നോക്കാൻ പറയണേ. അവനൊന്നും ആലോചിച്ചിട്ട് ഓക്കെ ഞാൻ പറഞ്ഞേക്കാം. അപ്പോഴേക്കും അടുത്ത മാച്ച് അത് ഷിയോനും ബായിച്ചെങ്ങാണ്. അവൻ മനസ്സിൽ ഇപ്രാവശ്യം ശരിക്കും കാണിച്ചു തരാം എന്ന ഡയലോഗ് അടിച്ച് വരുവാണ്. ബായിച്ചെങ്ങരിയിലെത്തി ഷിയോന് വന്നു. ഉടനെ തന്നെ മാച്ച് തുടങ്ങി. അവരുടെ മാച്ച് കാണുമ്പോൾ ബായിച്ചെങ്ങ് മുൻപത്തേക്കാൾ സ്ട്രോങ് ആയ രീതിയിലാണ് എന്ന് മനസ്സിലാക്കാം. അവൻ്റെ ഒരു ലെവൽ കൂടി എന്ന് ഷിയോന് മനസ്സിലായി. അവൻ്റെ അറ്റാക്ക് ഒരു പരിധി വരെ ഷിയോന് പിടിക്കുന്നു. അത് കഴിഞ്ഞ് അവൻ കുറെ ഡയലോഗൊക്കെ അടിച്ച് സോഡ് അത് ചറപറ വെട്ടുക. അതിൽ നിന്ന് ഓടി മാറിയിട്ട് അവൻ മുൻപ് പഠിപ്പിച്ച റൂളർ ടെക്നിക്ക് അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അത് റൂളർ അതിലേക്ക് കയറ്റിയിട്ട് ഒരു ടെക്നിക്ക് അത് യൂസ് ചെയ്യുമ്പോൾ അവിടെ ലൈറ്റനിങ് എക്സ്ട്രീം ആയതുപോലെ ആ സോഡെല്ലാം ഇല്ലാതായി പോയി. ബായിച്ചെങ്ങ് അടുത്തേക്ക് പോയി. അപ്പോൾ തന്നെ ആ പവർ അത് ഉപയോഗിച്ചതോടെ അവൻ തെറിച്ചു പോവുകയാണ്. അവൻ്റെ കൈ പോലും വിറച്ചു പോയെന്ന്. എങ്കിലും പിന്നെയും വന്നു പോകുന്നു. എൽഡർ കിങ് ആണെങ്കിൽ അവൻ്റെ റൂളർ ടെക്നിക്ക് അത് വളരെ പവർഫുള്ളാണ് എന്നത് മനസ്സിലായി. അങ്ങനെ നിൽക്കുകയാണ്. അവൻ്റെ തലയിലുള്ള ഹെൽമെറ്റ് അത് പോകുന്നത്. നോക്കുമ്പോൾ മുടിയില്ല. അതുകൊണ്ട് ഷോക്കാകുമ്പോഴാണ് ബായിച്ചാൻ ഇനി നോക്കിക്കൂടാ നിൻ്റെ അവസാനമാണ് എന്നൊക്കെ പറഞ്ഞു അവൻ്റെ കൾട്ടിവേഷൻ എങ്ങനെയാണെന്നൊക്കെ പൊക്കടിക്കുന്നത്. മിണ്ടാരിയടാ എന്ന രീതിയിൽ ബായിച്ചെങ്ങും അവൻ പിന്നെ ഒരു ടെക്നിക്ക് അത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. സംഭവം അതൊരു സീക്രട്ട് ടെക്നിക്കാണ്. അതുപോലെ ഷിയോനുള്ള സീക്രട്ട് ടെക്നിക്കിനെ കാട്ടിയും ഒത്തിരി പവർഫുള്ളാണ്. മാസ്റ്റർ പോലും ആ ടെക്നിക്ക് അത് നീ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്ന് പറയുകയാണ്. അവൻ്റെ സ്ട്രെങ്ത് വളരെയധികം കൂടി. ഇനിയാണ് നിന്റെ അവസാനം എന്നൊക്കെ പറഞ്ഞ് ബായിച്ചെങ്ങ് ഒരുപാട് അറ്റാക്ക് കൊടുക്കുകയാണ്. ഷിയോൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. എന്ന് മാത്രമല്ല ആ വരുന്ന അറ്റാക്കൊക്കെ തടയാനായിട്ട് ഒരുപാട് പാടും പെടുന്നുണ്ട്. അതുപോലെ തന്നെ ലക്കിനൊക്കെയാണ് അവൻ്റെ ആ അറ്റാക്കിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതെന്ന് കാണാം. ലൈറ്റനിങ് ഉപയോഗിച്ചൊക്കെ പോകാൻ നോക്കി. എങ്കിലും അവൻ്റെ സ്ട്രെങ്ത് സ്പീഡ് ഷിയോനേക്കാൾ കൂടുതലായതുപോലെ. എന്തു തന്നെയായാലും ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഷിയോനെ ലോക്കാക്കി. എന്നിട്ടൊരു പവർഫുള്ളായ സ്കില്ല് അത് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് ക്രോസ് അത് അവനെ നേരെ വിട്ട് വേറെ വഴിയില്ല, മാറാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അതെല്ലാം അവൻ ഏറ്റുവാങ്ങി. ഒരുപാട് പേര് ഷോക്കായി. യൂണർ ലിൻഷോ മാത്രം
എന്തോന്ന് മനസ്സിലാക്കിയിരുന്നു. അവരെന്തായെന്ന് നോക്കുമ്പോഴാണ് പായച്ചങ്ങ് പോലും ഞെട്ടിപ്പോകുന്നത്. അവൻ ഡൗക്കി ആർമർ ഇട്ടിരുന്നു. ആ പവറൊക്കെ ഡൗക്കി ആർമർ തടുക്കുന്നത് പോലെ ഇമ്പോസിബിൾ ആയതാണ് എന്ന് അവനും. കാരണം അത്രയ്ക്ക് പവർഫുള്ളായ ടെക്നിക്കാണ് എൻ്റെ സീക്രട്ട് ടെക്നിക്കുകൾ. എന്നാൽ അവൻ ഹെവൻലി ഫ്ലെയിം കൂടി യൂസ് ചെയ്തു. അതിൻ്റെ പ്രൊട്ടക്ഷനിലാണ്. ഇതൊന്നും അല്ലാത്ത പോലെ വായിച്ചങ്ങനെ നിന്റെ മുൻപിൽ ഞാൻ തോൽക്കുമോ ഇല്ലയോ എങ്കിലും നിന്റെ ട്രംപ് കാർഡ് എല്ലാവർക്കും മനസ്സിലായി എന്ന് പറയുമ്പോഴാണ് അവൻ ആ ഗ്രീൻ ലോട്ടസ് ഫ്ലെയിം അത് അവന് നേരെ ഉപയോഗിക്കുന്നത്. ആ സ്പീർ പോലും പൊട്ടിച്ച് അവ ഷോക്കാവുന്ന ടൈമിൽ തന്നെ ഒക്ടാഡി സ്മാഷ് കൊടുത്തു. നീ എന്നെ കൊടുത്തു. അങ്ങനെ അവൻ ഔട്ടായി ശിവയും ജീവിക്കുകയും ചെയ്തു. ആ രീതിയിൽ എല്ലാവരും കൈയടിക്കുന്നു. ചിലർക്കൊക്കെ നിരാശ. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.